നമസ്കാരം. ആര് നടത്തിയ അട്ടിമറിയിലൂടെയാണ് എൽസ 3 എന്ന MSCയുടെ കപ്പൽ കടലിൽ താണുപോയത്? സെലികമറി ആരംഭിക്കുന്നു. എൽസ 3 മുങ്ങിയതിന്റെ പിന്നിൽ ഒരു വലിയ അട്ടിമറി ഉണ്ടെന്ന് പല പ്രേക്ഷകരും സെയിലിംഗ് കമന്ററിക്ക് എഴുതുന്നു. സെയിലിംഗ് കമന്ററിക്ക് കൃത്യമായ വിവരം കിട്ടാതെ അങ്ങനെയുള്ള നിലപാടുകൾ സ്വീകരിക്കില്ല. തീർച്ചയായും അത്തരം അട്ടിമറികൾ ഉണ്ടെങ്കിൽ ആ സത്യം പുറത്തു വരും. പ്രതി ആരാണ് എന്നൊന്നും പറയാൻ തയ്യാറല്ല. എന്തായാലും സത്യം പുറത്തു വരാൻ അല്പം വൈകും, അല്ലെങ്കിൽ വരാതിരിക്കാൻ, സത്യം പുറത്തു വരാതിരിക്കാനാണ് സാധ്യത കൂടുതൽ. കാരണം ജീവനക്കാർ എല്ലാവരും വിദേശികളാണ്. റഷ്യൻ ക്യാപ്റ്റൻ, ഫിലിപ്പീൻസിലെ 20 ജീവനക്കാർ, ഉക്രൈനിലെ 2 പേർ, ജോർജിയയിലെ ഒരാൾ. ഒരു ഇന്ത്യക്കാരനോ ഒരു മലയാളിയോ അതിനകത്തില്ല. അപ്പൊ എന്താണ് സാഹചര്യം, എന്തായിരുന്നു എന്ന് കപ്പലുടമ സ്വിറ്റ്സർലൻഡ്, ഇറ്റലി. അപ്പോൾ സത്യം അറിയുവാനുള്ള സാധ്യത വളരെ വളരെ വിരളമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കാത്തിരിക്കാം. സത്യത്തെ ഒരു കാലത്തും മൂടിവെക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ളതിന്റെ തെളിവാണ് നമ്മുടെ തുറമുഖം. എന്തായാലും ഒരു സംശയം സെയിലിംഗ് കമന്ററിക്ക് തോന്നുന്നത്, കൊച്ചി വരെ കപ്പൽ പോയിരുന്നു. ഇന്നലെ അതിന്റെ വിഷ്വൽ കാണിച്ചല്ലോ, നമ്മുടെ കൃഷ്ണകുമാർ ട്രാക്ക് ചെയ്തെടുത്തതാണ്. നമ്മുടെ തുറമുഖത്ത് നിന്ന് ഏകദേശം കൊച്ചി വരെ പോയ കപ്പൽ തിരിച്ച് ആലപ്പുഴയിലോട്ട് വരികയായിരുന്നു. ഇപ്പൊ ഏറ്റവും കടൽ മുങ്ങിയിരിക്കുന്നെന്ന് പറയുന്നത് കരുവാറ്റയ്ക്ക് പടിഞ്ഞാറാണ്. ഏകദേശം 14-15 നോട്ടിക്കൽ മൈൽ എന്നാണ് കാണിക്കുന്നത്. അത് AIS ഓഫായ സമയത്തുള്ളതാണ്. അപ്പോൾ അവിടെ ആവണമെന്ന് നിർബന്ധമില്ല. എന്തായാലും കൊച്ചിയിലോട്ട് പോയ കപ്പൽ തിരിച്ചെന്തുകൊണ്ട് വന്നു? ഇവിടെ അട്ടിമറി നടത്തിയത് മനുഷ്യരാകാം, പ്രകൃതിയാകാം. പ്രകൃതി എന്നുള്ള വാദത്തിലാണ് സെയിലിംഗ് കമന്ററിയുടെ നിലപാട്. കാരണം പ്രേക്ഷകർക്ക് വേണമെങ്കിൽ ഒന്ന് പരിശോധിക്കാം. ബാലഗോപാലൻ ബാലപാഠം പഠിക്കണം എന്ന് പറയുന്ന എപ്പിസോഡ് 22-ാം തീയതിയാണ് അതിന്റെ റെക്കോർഡിംഗ് നടത്തുന്നത്. 23-ാം തീയതിയാണ് അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. അതിനകത്ത് വളരെ ശക്തമായ കാറ്റടിക്കുന്നുണ്ടായിരുന്നു. പ്രസന്റേഷന്റെ സമയത്ത് തന്നെ വളരെ ശക്തമായ കാറ്റ് നിരന്തരം അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് തടയാൻ പറ്റാതെയാണ് പ്രസന്റേഷൻ എടുത്തത്. അപ്പോൾ അത്രയും വലിയ ശക്തമായ കാറ്റ് വ്യാഴാഴ്ച മുതൽ നമ്മുടെ തീരപ്രദേശത്ത് അടിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു വലിയ കാലാവസ്ഥാ മാറ്റം ഇതിനെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ ക്യാപ്റ്റന്മാരെ ഇതിനെക്കുറിച്ചൊക്കെ വളരെ നല്ല ധാരണയുള്ളവരാണ്. നാവിഗേറ്റിംഗ് ഓഫീസേഴ്സ്, അവർക്ക് മുന്നറിയിപ്പ് കിട്ടും. സൈക്ലോൺ വരുന്നു അല്ലെങ്കിൽ അതിശക്തമായ കാറ്റ് വരുന്നു എന്നുള്ളത് നമുക്കറിയുന്നതിന് വളരെ മുമ്പ് തന്നെ അവർക്ക് അറിയുകയും അത് ഒഴിവാക്കിക്കൊണ്ടുള്ള പാതകൾ അവർ തിരഞ്ഞെടുക്കാറുണ്ട്. അങ്ങനെ ഒരു കാറ്റ് അല്ലെങ്കിൽ സ്വെല്ല് അല്ലെങ്കിൽ സൈക്ലോണിന്റെ ഇഫക്റ്റ് ഒക്കെയാണ് കപ്പലിനെ തിരിച്ചുവിട്ടതെങ്കിൽ ക്യാപ്റ്റൻ അത് മുൻകൂട്ടി അറിഞ്ഞിരുന്നില്ലേ? അങ്ങനെ ഒരു സംശയം ഈ സമയത്തുണ്ട്. പ്രധാനമായും നമ്മുടെ പ്രകൃതിയിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു ഈ ദിവസങ്ങളിലെന്ന് നമുക്കൊന്ന് പരിശോധിച്ചു പോകുന്നത് ഈ അപകടത്തെ സംബന്ധിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകൾക്ക് പലർക്കും കാരണമായേക്കും. ഇതൊക്കെ മുൻ ദിവസങ്ങളിൽ വന്ന വാർത്തകളും വാർണിംഗും ഒക്കെയാണ്. ഇതൊക്കെ നമ്മൾ സാധാരണക്കാർ വായിക്കുന്നതിന് മുമ്പ് തന്നെ മറൈൻ മേഖലയിൽ നിൽക്കുന്നവർ വായിക്കുകയും വളരെ ജാഗ്രതയോടെ അതൊക്കെ അനലൈസ് ചെയ്യുകയും ചെയ്യുന്നതാണ്. ദി അറേബ്യൻ സീ ഈസ് എക്സ്പെക്ടഡ് ടു സീ ഗസ്റ്റി വിൻഡ്സ് ആൻഡ് ഹൈ വേവ്സ് ത്രൂ ദ വീക്കെൻഡ് എന്ന് പറയുന്നത് എന്താണ്? അപകടം നടക്കുന്ന സാറ്റർഡേ ഉൾപ്പെടെയാണ്. through the weekend, making it unsafe for any marine activity. കടലിൽ കപ്പലുകൾ ഓടുന്നതുൾപ്പെടെ മത്സ്യബന്ധനം ഉൾപ്പെടെ എല്ലാ ആക്ടിവിറ്റീസിനും അൺസേഫ് ആണെന്ന് പറയുന്ന വാർണിംഗ് ഉള്ളപ്പോൾ എങ്ങനെയാണ് അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് കപ്പൽ സഞ്ചാരം തുടർന്നത്? അല്ലെങ്കിൽ ഈ അപകട മേഖല ഒഴിവാക്കാതെ എന്തുകൊണ്ട് പോയി എന്നത് സംബന്ധിച്ച് വലിയ സംശയം ഇപ്പോഴുമുണ്ട്. ഈ കൊച്ചി വരെ പോയി തിരിച്ചു വന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ എവിടെ വെച്ചാണ് ഈ തിരിച്ചു വരാനുള്ള ഒരു വാർണിംഗ്, അല്ലെങ്കിൽ ക്യാപ്റ്റന് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നാവിഗേറ്റിംഗ് ഓഫീസറിന് അങ്ങനെ കപ്പൽ തിരിച്ചു വരണം എന്നുള്ള ഒരു അറിയിപ്പ് അല്ലെങ്കിൽ ഒരു തോന്നൽ എവിടെ നിന്നാണ് കിട്ടിയത് എന്നുള്ള വിവരം നിർഭാഗ്യവശാൽ ഈ പറയുന്ന ഇവരെല്ലാവരും
രാജ്യത്തിന് പുറത്തുള്ളവരായതുകൊണ്ട് ഈ വിവരങ്ങൾ ലഭിക്കുവാൻ ബന്ധപ്പെട്ടവർ ശ്രമിച്ചില്ലെങ്കിൽ ഇത് കിട്ടാൻ ബുദ്ധിമുട്ടായി മാറും. അതുകൊണ്ട് ആ വിവരങ്ങൾ എത്രയും പെട്ടെന്ന് നേടിയെടുക്കണമെന്നുള്ളതാണ് സെയിലിംഗ് കമ്മിറ്റിയുടെ അഭ്യർത്ഥന. അതോറിറ്റീസ് ആർ ഓൺ അലേർട്ട്, എസ്പെഷ്യലി with the early arrival of the southwest monsoon over Kerala, which has added to the changing atmospheric dynamics across peninsular India. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ്, പ്രത്യേകിച്ച് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങൾ എന്നുള്ളത്. ഇവിടെ അഡ്വാൻസ് ചെയ്ത് വന്നു. കേരളത്തിലെ മൺസൂൺ 10 ദിവസത്തോളം നേരത്തെ വന്നു. സാധാരണ ജൂൺ ആദ്യവാരത്തിൽ വരുന്നത് 22, 23 തീയതികളിലൊക്കെ തന്നെ അതിന്റെ സൂചന കാണുകയും വാണിംഗ് വരികയും ചെയ്തു. അപ്പോൾ ഇതെല്ലാം അറിയാവുന്നവർ അത് ഒഴിവാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്താതെ പോയത് ഒരു വലിയ സംശയമായി ബാക്കി നിൽക്കുന്നു. മൺസൂൺ നേരത്തെ വന്നത് പോലെ തന്നെ ഒരു സൈക്ലോണിന്റെ മുന്നറിയിപ്പ്, ഒരു ലോ പ്രഷർ രൂപപ്പെടുന്നു എന്നുള്ള വിവരവും മറൈൻ മേഖല തീർച്ചയായും അറിഞ്ഞിട്ടുണ്ടാവും. അതിനകത്തൊന്നും യാതൊരു സംശയവുമില്ല. Currently positioned near the South Konkan Goa coastline, the system is drawing energy from an upper air cyclonic circulation, stirring up intense convection, a meteorological sign of brewing trouble. ഒരു വലിയ അപകടം വരാൻ സാധ്യതയുള്ള തരത്തിൽ ഒരു സിസ്റ്റം രൂപം കൊണ്ടിട്ടുണ്ട്. ആ സമയത്ത് അതൊരു ചുഴലിക്കാറ്റാണെന്നൊരു സൈക്ലോൺ ആണെന്ന് പറഞ്ഞില്ല. ഇപ്പോൾ അത് ശക്തി എന്നുള്ള പേരിൽ ആ ചുഴലിക്കാറ്റ് മഹാരാഷ്ട്രയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ ആ സൈക്ലോണിന്റെ തുടക്കമാണ് കഴിഞ്ഞ വ്യാഴാഴ്ച പ്രസന്റേഷന്റെ സമയത്ത് ഉൾപ്പെടെ നമുക്ക് അനുഭവപ്പെട്ട കാറ്റ്. അതിപ്പോഴും തുടരുന്നുണ്ട്. ആ ശക്തമായ കാറ്റ് പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ അത് വളരെ ശക്തമായി അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കാറ്റ് സ്വെല്ല്, കാരണം കപ്പൽ ട്രാക്ക് ചെയ്യുന്നവർക്കറിയാം, കൃത്യമായും അവർ കാറ്റിനെ കുറിച്ചൊക്കെ വളരെ ജാഗ്രതയോടെ മുന്നറിയിപ്പുകൾ പഠിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ മൺസൂൺ നേരത്തെ വരുന്നു, കാറ്റുണ്ടാകുന്നു, പിന്നെ സൈക്ലോണിന്റെ സാധ്യതയുള്ള ഒരു സിസ്റ്റം രൂപപ്പെടുന്നു. ഇവയെല്ലാം എന്തുകൊണ്ട് അവഗണിക്കപ്പെട്ടു എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ അനാവരണം ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ്. ഇവിടെ സെയിലിംഗ് കമ്മിറ്റി ഉന്നയിക്കാൻ ശ്രമിക്കുന്നത് ഈ വിഷയത്തിൽ കേരള സർക്കാരും ഒരു വിധത്തിൽ പ്രതിയാണ്. ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, the system is drawing energy from an upper air cyclonic circulation. ചുഴലിക്കാറ്റിന്റെ ഊർജം എന്ന് പറയുന്നത് കടലിന്റെ ഉപരിതലത്തിലുള്ള ചൂടാണ്. ഇത് 2017 മുതൽ സൈക്ലോൺ ഓഖി അടിച്ചത് മുതൽ ഇത് പഠിക്കുവാൻ വിധിക്കപ്പെട്ട ഒരാളെന്നുള്ള നിലയ്ക്ക്, ഒരു പുസ്തകം എഴുതാൻ എന്തുകൊണ്ടോ അവസരം ലഭിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് നമ്മുടെ കടൽ ചൂടായിക്കൊണ്ടിരിക്കുന്നു, ഈ ചൂട് പലതരത്തിൽ അപകടമുണ്ടാക്കും എന്ന് പറയുന്ന പല പ്രചരണങ്ങളും സെയിലിംഗ് കമന്ററിയുടെ പ്രവർത്തകരും, സെയിലിംഗ് കമന്ററിയും വിമാക്കും എല്ലാവരും ഈ തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ. ഒന്ന്, 25/11/2021 വിമാക്കിന്റെ ഏറ്റവും ശക്തനായ ഒരു പ്രവർത്തകൻ ശ്രീ മോഹൻകുമാർ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒരു കത്തയച്ചു. നമ്മുടെ പ്രകൃതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റം, കടലിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ അധിനിവേശം, ഇവയെല്ലാം വെച്ചുകൊണ്ട് അതിൽ സർക്കാർ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിക്ക് വലിയ ദോഷമുണ്ടാകുമെന്നൊക്കെ പറയുന്ന തരത്തിൽ കത്തയച്ചപ്പോൾ അതിന് അദ്ദേഹത്തിന്റെ മറുപടി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മറുപടി 25/11/2021 പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പരിസ്ഥിതിക്കുണ്ടാക്കുന്ന വെല്ലുവിളിയെ തരണം ചെയ്യേണ്ടത് പ്രകൃതിയുടെ നിലനിൽപ്പിന് ആവശ്യമാണല്ലോ, കടൽ ഉൾപ്പെടെയുള്ള പ്രകൃതി. ഇക്കാര്യത്തിൽ കുട്ടികളിൽ അവബോധം വളർത്തുകയും അവരെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കുകയും ചെയ്തത് അഭിനന്ദനാർഹവും സന്തോഷകരവുമായ കാര്യമാണ്. ഇത് സെയിലിംഗ് കമന്ററിയുടെ അവതാരകൻ ദിവസേന ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ പോർട്ടുകളിൽ ഒന്നായി നമ്മുടെ തുറമുഖം മാറണമെങ്കിൽ ആ തുറമുഖത്തെ സംരക്ഷിക്കുന്ന പ്രവർത്തനം കൂടി ചെയ്യേണ്ടതുണ്ട്. ഇത് ദിവസേന ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. എന്റെ വീട്ടിൽ വരുന്ന പ്ലാസ്റ്റിക് പുറത്തു പോകാറില്ല, അവയെല്ലാം ഞാൻ ഈ കുപ്പിക്കകത്താക്കും, എന്നിട്ട് ഈ കുപ്പി നിർമ്മാണത്തിന് ഉപയോഗിക്കും. ഇക്കോ ബ്രിക്സ്, ഇങ്ങനെ ഒരു ഇക്കോ ബ്രിക്സിന്റെ കാര്യം തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽ ഇതേ മോഹൻകുമാർ പെടുത്തി ഒരു എക്സിബിഷന്റെ ഇടവേളയിൽ. ഇതുൾപ്പെടെ ഈ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യ വസ്തുക്കളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് 1ാം തരം മെത്തനോൾ ഉൽപ്പാദിപ്പിക്കാമെന്ന് പറഞ്ഞ് 2022 23 വർഷമൊക്കെ മറന്നു പോകുന്നു, 24 നമ്മുടെ ധനകാര്യമന്ത്രിയെ ഞാൻ തന്നെ
നേരിട്ട് ഒരു ഓൺലൈൻ മീറ്റിംഗിൽ അവതരിപ്പിച്ചുകൊണ്ട് മെത്തനോൾ ഉൽപ്പാദിപ്പിക്കണം. അപ്പൊ ആരാണ്? തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി, ധനകാര്യമന്ത്രി, മുഖ്യമന്ത്രി. 3 പേരെയും നമ്മുടെ പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങൾ, കടലിലും കാറ്റിലും ആകാശത്തും പേമാരിയായിട്ടും വയനാട് ദുരന്തമായിട്ടും ഉരുൾപൊട്ടലായിട്ടും ഒക്കെ വരുന്നത് ഈ പ്രകൃതിയിൽ സംഭവിച്ചിരിക്കുന്ന മാറ്റമാണ്. അതിൽ മനുഷ്യരുടെ ഇടപെടൽ, ഈ കപ്പൽ യാത്ര ഉൾപ്പെടെ, കപ്പൽ യാത്രയിൽ എന്താണ് 3% കാർബൺ എമിഷൻ കപ്പലുകളുടേതാണ്. ലോകം മുഴുവൻ പുറപ്പെടുവിക്കുന്ന കാർബൺ എമിഷന്റെ 3%-ഓളം കപ്പലുകളുടേതാണ്. അതിനേക്കാൾ കുറവാണ് വിമാനങ്ങൾ. അപ്പോ മനുഷ്യർക്ക് ചില കാര്യങ്ങളിൽ അത് ഒഴിവാക്കാൻ പറ്റില്ല. പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ കപ്പലുകളെല്ലാം നിർത്താൻ പറ്റില്ല. അവിടെ എന്താണ്? ബദൽ ഇന്ധനം, മെത്തനോൾ എന്ന് പറയുന്ന ബദൽ ഇന്ധനം. പ്ലാസ്റ്റിക് മണ്ണിൽ പോകാതെ കടലിൽ പോകാതെ സംരക്ഷിക്കുവാനുള്ള ഇക്കോ ബ്രിക്സ് തുടങ്ങി പല നിർദ്ദേശങ്ങളും കേരളത്തിലെ പ്രധാനപ്പെട്ട ഈ മന്ത്രിമാരുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് ഈ നിമിഷം വരെ ഒരു നടപടിയും ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകാതെ വരുമ്പോൾ കടൽ ചൂടാകുന്നതും കപ്പൽ മറിയുന്നതിന്റെയും ഉത്തരവാദിത്വം കേരള സർക്കാരിന് കൂടി ഉണ്ട് എന്നുള്ളത് ആവർത്തിച്ചു പറയുവാൻ ഈ അവസരം സെയിലിംഗ് കമന്ററി ഉപയോഗപ്പെടുത്തുകയാണ്.